അതും കേരളത്തെ അപമാനിക്കുകയോ കേരളത്തിന് ദോഷകരമായ ബാധിക്കുകയോ കേരളത്തിന്റെ ഒരു സോഷ്യൽ ഫാബ്രിക് തകർക്കുകയോ ചെയ്യുന്ന രീതിയിൽ വന്നാൽ അതിനെ ശക്തിയായി എതിർക്കും. കേരളത്തിലെ സോഷ്യൽ ഫാബ്രിക്കിനെ എതിർക്കുന്ന എന്ത് വന്നാലും നമ്മളതിനെ എതിർക്കും, ശക്തിയായി എതിർക്കും. അവരുടെ ലക്ഷ്യം വളരെ വ്യക്തമല്ലേ. പത്തനംതിട്ട തിരുവല്ലയിൽ +2 വിദ്യാർത്ഥിനിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. തിരുവല്ല കാവുംഭാഗം സ്വദേശിയാണ് മരിച്ചത്. ആൺസുഹൃത്തും SDPI പ്രവർത്തകനുമായ ജാവേദിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. എന്തായാലും ഇയാൾ ഈ വായ്പൂർ ഭാഗത്തെ SDPI പ്രവർത്തകനാണെന്നുള്ള വിവരങ്ങൾ കൂടി ലഭിക്കുന്നുണ്ട്. എന്തായാലും ഈ കേരള സ്റ്റോറിയൊക്കെ ചർച്ച ചെയ്ത് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് സമാനമായ സംശയങ്ങൾ ഉന്നയിക്കുന്ന രീതി അല്ലെങ്കിൽ സംശയങ്ങൾ ഉന്നയിക്കാവുന്ന രീതിയിലുള്ള സംഭവവികാസം ഇപ്പോൾ തിരുവല്ലയിൽ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത്. സ്റ്റോറിയുമായി ബന്ധപ്പെട്ടൊക്കെ അതിനെ വിമർശിക്കുന്നവർ പറയുന്നത് ഈ ലവ് ജിഹാദ് എന്ന് പറയുന്ന ഒരു കാര്യം ഈ നാട്ടിലില്ല, കേരളത്തിന്റെ നിഘണ്ടുവിൽ പോലും അങ്ങനെ ഒരു സംഗതിയില്ല എന്നാണ്. പക്ഷേ നമുക്ക് ചുറ്റും എത്രയോ കേസുകളാണ് ഇങ്ങനെ വരുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ +1 വിദ്യാർത്ഥിനിയായ അപർണ ആത്മഹത്യ ചെയ്തു. പ്രതി ആയി നിൽക്കുന്നത് SDPI പ്രവർത്തകനായ ജാവേദാണ്. അപ്പോൾ വെറും പ്രണയം മാത്രമല്ല, ഇതിനൊക്കെ പിന്നിൽ വളരെ വലിയ ഗൂഢാലോചനകൾ നടക്കുന്നുണ്ട്. പല കേസുകളും എടുത്ത് പരിശോധിച്ചാൽ